നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. എന്നാലും എൻ്റെ അമ്പാനെ, നമ്മുടെ കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ എടുത്തേറിലെറിയുന്നു. ഇന്നലെ അർദ്ധരാത്രി അമ്പാനൊരു ബോധോദയം. പാതിര കഴിഞ്ഞ സമയത്താണ് കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി എന്ന് കളക്ടർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. 2/12/2024 1 മണി. കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മഴ, റെഡ് അലർട്ട്, ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ ക്ലാസുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾ, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. അവധി മൂലം നഷ്ടപ്പെടുന്ന പഠനസമയം ക്രമീകരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണ്. മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ല. രാത്രി പകലായി അധ്വാനിക്കുന്ന ഈ കളക്ടറുടെ നല്ല മനസ്സിന് നന്ദി പറയുകയാണ് സോഷ്യൽ മീഡിയ. എന്നാൽ അതിൽ പരിഹാസം തന്നെയാണ് മുഴങ്ങുന്നത്. ഇതൊക്കെ നേരത്തെ അറിയിക്കേണ്ട അമ്പാനെ എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നല്ലോ. രാത്രിയെ പകലാക്കി അധ്വാനിക്കുന്ന പാവം കളക്ടർ ഇതാ പറയുന്നത് രാത്രി വൈകി ഉറങ്ങണമെന്ന്. നാട്ടുകാരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് 12 മണി കഴിഞ്ഞാണോ ഇമാതിരി പോസ്റ്റ് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇന്ന് രാവിലെയാണ് പലരും അവധിയാണെന്നറിയുന്നത്. അവധി അറിയാത്ത ചിലരാവട്ടെ നേരെ സ്കൂളിലേക്ക് വെച്ചുപിടിച്ചു. വയനാട്, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഞായറാഴ്ച വൈകുന്നേരം തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കണ്ണൂർ ജില്ലാ കളക്ടർക്ക് വൈകി വന്ന ബോധോദയം. അല്ലെങ്കിലും ഈ കളക്ടർക്കിപ്പോൾ ഉറക്കമൊന്നുമില്ലല്ലോ എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. എങ്ങനെ ഉറങ്ങാനാ? നവീൻ ബാബുവിൻ്റെ ആത്മാവ് ആ കളക്ടർക്ക് ചുറ്റുമുണ്ടല്ലോ. പാവം കളക്ടർ, എന്നെപ്പോലെ രാത്രി പകലാക്കി അധ്വാനിക്കുന്നവൻ ഇതാ പറയുന്നത് രാത്രി വൈകി മുറങ്ങണമെന്ന്. മനസ്സിലായോ എല്ലാവർക്കും? ഇഷ്ടം പോലെ ട്രോളുകളുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമൻറ്റുകളായി. ഇങ്ങനെ കഠിനാധ്വാനിയാണ്, 1 മണിക്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് മറ്റു ചിലർ. പരിഹാസത്തിനൊപ്പം നവീൻ ബാബുവിൻ്റെ കാര്യം ചിലരൊക്കെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ദില്ലിയിലേക്ക് പുറപ്പെടുകയാണ് കണ്ണൂർ കളക്ടർ. പക്ഷേ പുറപ്പെടുന്നതിന് മുൻപ് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കണ്ണൂർ കൊടുത്ത മൊഴിയുണ്ടല്ലോ, അത് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനമായിരുന്നു, പ്രത്യേകിച്ച് കൊലയാളികൾക്ക്. ദിവ്യേച്ചി അനുവാദം തരാൻ വൈകിയോ എന്ന് ചോദിക്കുന്നവർ ഏറെയുണ്ട് ആ ഫേസ്ബുക്ക് കമന്റ് ബോക്സിൽ. എന്താ കളക്ടറെ, ദിവ്യേച്ചി ഇതുവരെ അനുവാദം തന്നില്ലേ ഇത്തരമൊരു അവധി പ്രഖ്യാപനത്തിന്? പി ദിവ്യയ്ക്ക് സുഖമല്ലേ എന്ന് ഒരുപാട് പേർ കമന്റ് ബോക്സിലെത്തി ചോദിക്കുന്നു. ഒരു ജില്ലാ കളക്ടറുടെ പേജാണ്, അതിലാണ് ഇമാതിരി പൊങ്കാലകൾ വിളയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഉത്തരവാദിത്വം ഈ കളക്ടർക്കുണ്ടായിരുന്നില്ലേ? ജില്ലാ കളക്ടർക്കെതിരെ ആരൊക്കെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത്? നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ എത്രയോ വട്ടം പച്ചയ്ക്ക് പറഞ്ഞു. ആ കളക്ടറുടെ മൊഴിയിൽ ഒരുവിധ വിശ്വാസ്യതയുമില്ല. നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്ന അന്വേഷണ സംഘം ഈ മാസം 6-ാം തീയതി ഹൈക്കോടതിക്ക് മുന്നിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണം. ഡിസംബർ 6-ാം തീയതി കോടതിക്ക് മുൻപാകെ കേസ് ഡയറി എത്തിക്കാനാണ് കോടതിയുടെ ഉത്തരവ്. എന്നാൽ അതിനു മുൻപ് കളക്ടർ സ്ഥലം വിടുകയാണ് നേരെ ദില്ലിയിലേക്ക്. ഈ മാസം 27-ാം തീയതി വരെ ദില്ലിയിൽ വെച്ച് നടക്കുന്ന ഒരു പരിശീലന പരിപാടി. അവസാന നിമിഷമാണ് സർക്കാർ കളക്ടറുടെ ഈ പരിശീലന പരിപാടിക്ക് അനുവാദം നൽകിയതും. 25 ദിവസങ്ങളോളം ഇനി കേരളത്തിൽ കളക്ടറില്ല. പകരം ADM ആണ് കണ്ണൂർ ജില്ല ഭരിക്കുക. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കളക്ടർക്കെതിരെ അതിശക്തമായ വികാരമാണ് ഉയർന്നു പോകുന്നത്. നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം എന്ത് റിപ്പോർട്ടാവും ഇനി ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുക? പ്രതികളെ സഹായിക്കുന്ന തരത്തിൽ തന്നെയാവും ആ റിപ്പോർട്ട് എത്തുക. വളപട്ടണത്ത് ഒരു 300 പവൻ സ്വർണവും 1,27,00,000 രൂപയും മോഷ്ടിച്ച ലിജീഷ് എന്ന ഒരു മോഷ്ടാവിനെ പിടിച്ച കഥയാണ് ഇന്ന് കണ്ണൂരിലെ മുഖ്യ വൈറൽ സാധനം. കണ്ണൂർ പോലീസ് ഇത് വല്ലാതങ്ങ് ആഘോഷിക്കുകയാണ്. കണ്ണൂർ സ്ക്വാഡിൻ്റെ മികവ് എന്ന തലത്തിൽ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്ത വരുന്നു. നവീൻ ബാബു കേസിലെ രാഷ്ട്രീയ ഇടപെടലുണ്ടാക്കിയ ചീത്തപ്പേര് മായ്ച്ചു കളയാൻ അങ്ങനെ 300 പവൻ സ്വർണവും 1 കോടി രൂപയും കണ്ണൂരിലെ പോലീസിന് ഒരു പിടിവള്ളിയായി. കണ്ണൂർ സ്ക്വാഡിനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകളാണ് ഇന്ന് മാധ്യമങ്ങളിലൊക്കെ. വളപട്ടണത്തെ മോഷണം മാത്രമല്ല, ലിജീഷിനെ പിടിച്ചപ്പോൾ കീച്ചേരി കേസും തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞു. ഒറ്റയടിക്ക് 2 വലിയ മോഷണ കേസുകൾ. ADM നവീൻ ബാബുവിൻ്റെ കൊലപാതക കേസ് അന്വേഷിക്കുന്ന SITക്കെതിരെ സമാനതകളില്ലാത്ത ആരോപണമാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ ഉയർത്തിയിരിക്കുന്നത്. ഡിസംബർ 6-ാം തീയതി ഹൈക്കോടതി പോലീസ് സംഘത്തെ എടുത്തൊടുക്കും എന്നതിൽ സംശയം വേണ്ട.
9-ാം തീയതി നടക്കുന്ന വാദപ്രതിവാദങ്ങളും പോലീസിന് വലിയ തലവേദനയായിരിക്കും. അതിനു മുൻപ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറൊക്കെ ഒന്ന് മിന്നിക്കാനാണ് ഇപ്പോൾ വളപട്ടണം കേസ് ഉപയോഗപ്പെടുത്തുന്നത്. നവീൻ ബാബുവിന്റെ കൊലയാളികളെ, പ്രത്യേകിച്ച് CPM രാഷ്ട്രീയത്തിലെ വലിയ സ്വാധീനമുള്ളവരെ രക്ഷിക്കാൻ പോലീസ് നടത്തിയ നാടകങ്ങൾക്കെതിരെ ശക്തമായ വികാരമാണ് കേരളത്തിലെ ജനമനസ്സുകളിൽ. അതുകൊണ്ട് തന്നെ കണ്ണൂർ പോലീസിനെതിരെ സമാനതകളില്ലാത്ത പ്രതിഷേധം സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു കത്തുന്നു. ഇത്തരം വിവാദങ്ങളെ അതിജീവിച്ച് വീണ്ടും കരുത്തു തെളിയിക്കാനാണ് ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങൾ. രാഷ്ട്രീയ ഇടപെടൽ ഇല്ലാതിരുന്ന മോഷണ കേസ് പോലീസ് സംഘം എളുപ്പത്തിൽ തെളിയിച്ചുവത്രേ. ഇതത്ര വലിയ മിടുക്കൊന്നുമല്ല. ലിജീഷ് എന്ന മോഷ്ടാവിനെ പിടികൂടിയത് നിരന്തരം CCTV ദൃശ്യങ്ങളും മൊബൈൽ ഫോണും പരിശോധിച്ചാണ് എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നു. മോഷണം നടന്ന വീട്ടിലെയും സമീപത്തെയും ഒക്കെ CCTV ഒരു നിമിഷം പോലും പാഴാക്കാതെ വിപുലമായ അന്വേഷണ സംഘം പരിശോധിച്ചുവത്രേ. CCTV ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി മോഷ്ടാവിൻ്റെ രൂപരേഖ കിട്ടി. അതിലപ്പുറം മോഷ്ടാവിൻ്റെ ഉടുപ്പ് പോലും. എന്തിനേറെ, മോഷണം നടന്ന വ്യക്തിയെ പിടികൂടിയപ്പോൾ ദേഹത്ത് ചിലന്തി വല വരെ പോലീസ് കണ്ടുപിടിച്ചു. വളപട്ടണം സ്വർണ്ണമോഷണ കേസ് വലിയ പ്രാധാന്യത്തോടെ ഞങ്ങൾ ഇന്ന് രാവിലെ വീഡിയോ സ്റ്റോറിയായി അവതരിപ്പിച്ചിരുന്നു. അതിന് താഴെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകളൊക്കെ ഒരൊറ്റ വിഷയം മാത്രമാണ് പ്രതിപാദിക്കുന്നത്. ഈ ചൂട് എന്തുകൊണ്ടാണ് പോലീസ് നവീൻ ബാബു കൊലക്കേസിൽ പുറത്തെടുക്കാത്തത്? പോലീസിന് മികവൊക്കെയുണ്ട് എന്ന കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമില്ല. പക്ഷെ ആ മികവ് അത് വല്ലാത്തൊരു മികവ് തന്നെയാണ്. പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ താളത്തിനൊത്തു തുള്ളാനേ ഈ പോലീസിന് കഴിയൂ. നവീൻ ബാബുവിൻ്റെ യഥാർത്ഥ കൊലയാളികളെ രക്ഷിക്കാനാണ് അങ്ങ് മുകളിൽ നിന്ന് കിട്ടിയ ഉത്തരവ്. അത് പാലിക്കാനല്ലേ പാവം ഏമാന്മാർക്ക് കഴിയൂ. അരിവ്യാപാരിയായ ഒരു അഷ്റഫിന്റെ വീട്ടിലെ മോഷണം. 300 പവൻ സ്വർണവും 1,27 ലക്ഷം രൂപയും വീട്ടിലെ ലോക്കറിനുള്ളിൽ പൂട്ടിവെച്ച ഒരു മരയുള്ള വ്യവസായിയാണ് ഈ അഷ്റഫ്. എന്നാൽ ഭാഗ്യത്തിന് കൃത്യമായി മോഷ്ടാവിനെ പിടിക്കാനും തൊണ്ടി മുതൽ പൂർണ്ണമായി വീണ്ടെടുക്കാനും കേരള പോലീസിന് കഴിഞ്ഞു. അത് വലിയ അംഗീകാരമായി കൊണ്ടാടുകയും ചെയ്യുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ കളക്ടറുടെ ഗതികേട് തന്നെ ഒന്ന് നോക്കിയാൽ മതി. കണ്ണൂർ കളക്ടർ അരുൺ K. വിജയനെ മഞ്ജുഷയ്ക്ക് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് പോലും ഒട്ടും വിശ്വാസമില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പഴയതുപോലെ ഇപ്പോൾ കൊലയാളികളെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കങ്ങളൊന്നും അത്ര കണ്ട് വിജയിക്കില്ല. കേരളം അത്രയേറെ വളർന്നു കഴിഞ്ഞു എന്ന് കണ്ണൂർ കളക്ടറൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. സമൂഹ മാധ്യമങ്ങൾക്കൊക്കെ ഇപ്പോൾ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാര്യവും തുറന്നടിക്കും. രാഷ്ട്രീയ നേതാക്കളെയും ഭരണകൂടത്തെയും പോലീസിനെയും ഒന്നും അന്യായമായി അവർ ഭയക്കില്ല. ഉള്ള സത്യം ഉള്ളതുപോലെ വിളിച്ചു പറയും. അതുകൊണ്ട് PP ദിവ്യയും മറ്റ് നേതാക്കളെയും ഒക്കെ കണ്ട് ഈ കളക്ടറുടെ കണ്ണ് മഞ്ഞളിക്കരുത്. ADM നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ നിഷ്പക്ഷമായ ഒരു നിലപാട് കളക്ടർ എടുത്തിരുന്നു എങ്കിൽ ഈ കേരളം എത്ര കണ്ടങ്ങേ സ്നേഹിച്ചേനെ. ഒടുവിൽ കൊലയാളികൾക്ക് ചൂട്ടുപിടിച്ചവനായി നാണം കെട്ട് ഒരു പരിശീലനത്തിനായി ദില്ലിയിലേക്ക് പോകുന്നു. ഹൈക്കോടതി കേസ് കടുപ്പിച്ചാൽ ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് കളക്ടറെ ഇങ്ങ് തിരികെ വിളിക്കാൻ സർക്കാർ പോലും മെനക്കെടില്ല. കാരണം കളക്ടറെ എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ചിരുത്തി പോലീസിനെ കൊണ്ട് ഈ കേസ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോയി അവസാനിപ്പിക്കണമല്ലോ. ഏതെങ്കിലും വിധത്തിൽ CBI കേരളത്തിൽ അന്വേഷണത്തിനെത്തിയാൽ പലരുടെയും മുഖം മൂടി വലിച്ചു കീറപ്പെടും. ആ പേടി കളക്ടർക്കുമുണ്ട്. അതുകൊണ്ടാണ് ഉറക്കമൊന്നുമില്ലാതെ രാത്രി 12 മണിക്കും 1 മണിക്കുമൊക്കെ ഇമ്മാതിരി പോസ്റ്റിട്ട് കളിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.